സീറ്റയുടെ ഓൺലൈൻ ട്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9-ലെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ചട്പട്ട് ഔർ നട്ഖട്ട് എന്ന് പറയുന്ന ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഇതെന്താണ്? ഒരു കഹാനിയാണ്, ഒരു കഥയാണ്. എഴുതിയത് രമേശ് ഉപാധ്യായാണ്. രമേശ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ഇത് എഴുതിയത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ചട്പട്ടും നട്ഖട്ടും രണ്ട് സഹോദരന്മാരാണ് ഈ ചട്പട്ടും നട്ഖട്ടും എന്ന് പറയുന്നത്. രണ്ടുപേരും എന്താണ്? രണ്ടുപേരും പഠിക്കുന്ന കുട്ടികളാണ്. ചട്പട്ട് മൂത്ത ആളാണ്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നട്ഖട്ട് ഇളയ ആളാണ്, 3-ലാണ് പഠിക്കുന്നത്. ഓക്കെ, രണ്ടുപേരും എങ്ങനെയാണ്? ഒന്നിച്ചാണ് സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്നിച്ച് അവർ സ്കൂളിൽ പോവും, തിരിച്ചെന്ത് ചെയ്യും? ഘർ ലൗട്ടെ, വീട്ടിലേക്ക് തിരിച്ചെത്തുമായിരുന്നു. അവരുടെ വീടെന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യായിരുന്നു? അവർക്ക് മറ്റൊരു ഗ്രാമത്തിൽ പോവേണ്ടി വരുമായിരുന്നു. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് പോവേണ്ടി വരുമായിരുന്നു. എങ്ങനെയാണ് അവർ പോകുന്നത്? കാൽനടയായിട്ടാണ് അവർ പോകുന്നതും വരുന്നതൊക്കെ നടന്നു തന്നെയാണ്. ഓക്കെ, അവർ പോകുന്ന വഴിക്ക് പോഖർ, ബാഗ്, ഖേത്ത്, ബർഗത്, നാല ഔർ നദി ഇതൊക്കെ അവർ കാണുമായിരുന്നു. പോഖർ എന്ന് വെച്ചാൽ പൂള്, ബാഗ് ഗാർഡൻ, ഖേത്ത് വയല്, ബർഗത് ബാനിയൻ ട്രീ, നാല നദി, നാല അരുവി, നദി. ഓക്കെ, ഇതൊക്കെയായിരുന്നു അവർ പോകുമ്പോഴും വരുമ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു കാണുന്നത്. ഓക്കെ, ചട്പട്ട് എന്തായിരുന്നു? വേഗം നടക്കുന്ന ഒരാളായിരുന്നു മൂത്ത കുട്ടി. അവൻ ചട്പട്ട് വേഗം നടക്കുമായിരുന്നു. എന്നാൽ നട്ഖട്ട് എങ്ങനെയായിരുന്നു? ഭയങ്കര സ്ലോയിൽ നടക്കുന്ന ഒരാളായിരുന്നു നട്ഖട്ട് എന്ന് പറയുന്നത്. ചട്പട്ട് ബർഗത് ബാനിയൻ ട്രീയുടെ അവിടെ എത്തുമ്പോഴേക്കും നട്ഖട്ട് എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ? കുളത്തിന്റെ അവിടെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ചട്പട്ട് ആണെങ്കിൽ ഗാർഡന്റെ അവിടെ എത്തുമ്പോൾ നട്ഖട്ട് ഖേത്തിന്റെ അവിടെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ചട്പട്ട് നദിയുടെ അവിടെ എത്തുമ്പോൾ നട്ഖട്ട് നാലെ അരുവിയുടെ അവിടെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്മയുടെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ രണ്ടുപേരും എന്തായിരിക്കണം? മൂത്തയാൾ ഇളയാളെ നോക്കണം, രണ്ടുപേരും ഒന്നിച്ചൊക്കെ ജീവിക്കണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യായിരുന്നു? ചട്പട്ടിന് നട്ഖട്ടിനെയും കൂടെ നോക്കേണ്ടി വരുമായിരുന്നു. അവൻ ഭയങ്കര സ്ലോ അല്ലേ, അതുകൊണ്ട് അവനെയും കൂടെ ഒന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ എന്താണ്? ഇത്രയും സ്ലോ ആയതുകൊണ്ട് ചട്പട്ടിന് ഇവനെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. നട്ഖട്ട് എന്തായിരുന്നു? പതുക്കെ വന്നുകൊണ്ടിരുന്നു, ചട്പട്ട് വേഗത്തിൽ നടക്കുമായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യായിരുന്നു? ലേറ്റായി, സ്കൂളിൽ പോകാൻ ലേറ്റ് ആകുമ്പോൾ ചട്പട്ട് നട്ഖട്ടിനെ വിളിച്ച് ഓടുമായിരുന്നു. അങ്ങനെയാണ് അവർ സ്കൂളിലേക്ക് എത്തിയിരുന്നത്. ഒരു ദിവസം അമ്മയോട് എന്താണ് ചട്പട്ട് പറഞ്ഞു, ഇവൻ ഭയങ്കര സ്ലോ ആണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഒരു ദിവസം ചട്പട്ട് പറഞ്ഞു അവൻ്റെ അമ്മയോട്. അപ്പം അമ്മ എന്ത് ചെയ്തു? അമ്മ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, അതിന് സാരമില്ല, നീ മൂത്തവനല്ലേ, നീ എന്ത് ചെയ്യണം? ഇളയവനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ കുളത്തിലെ വെള്ളത്തിനകത്ത് മീനുകളെയും ഡക്കിനെയൊക്കെ നോക്കി എന്ത് ചെയ്തു? നട്ഖട്ട് അവിടെ നിൽക്കുമായിരുന്നു. നട്ഖട്ട് നടക്കാതെ വഴിയിലുള്ള മീനുകളെയും അതുപോലെ താറാവിനെയൊക്കെ നോക്കിയിട്ട് അവിടെ എന്ത് ചെയ്യായിരുന്നു? നിൽക്കുമായിരുന്നു. പിന്നെ അതുപോലെ ആ ബാനിയൻ ട്രീയുടെ വേരുകളെ പിടിച്ച് ആടുകയൊക്കെ ചെയ്യുമായിരുന്നു നട്ഖട്ട്. ഭയങ്കര കുസൃതിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു നട്ഖട്ട് എന്ന് പറയുന്നത്. വയലിലൂടെ പോയിട്ട് കഴിക്കാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ആ വയലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. ഗാർഡനിൽ പോയിട്ട് മാങ്ങയോ പേരയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന നോക്കിയിട്ട് അത് പൊട്ടിച്ചെടുക്കുമായിരുന്നു. അങ്ങനത്തെ ഒരുപാട് കുസൃതിത്തരം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു നട്ഖട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അരുവിയിൽ മര്യാദയ്ക്ക് നടക്കാതെ അരുവിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുമായിരുന്നു. ആ സൈഡിലൂടെ പാലത്തിലൂടെ പോകുമ്പോഴും കൈവരിയിലൂടെ ഇറങ്ങാതെ അതുവഴി എന്ത് ചെയ്യും? ചറുകി ഇറങ്ങുന്ന ഒരു ശീലമുള്ള ഒരാളായിരുന്നു നട്ഖട്ട് എന്ന് പറയുന്നത്. ഒരു ദിവസം രണ്ടുപേര് സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. നട്ഖട്ട് എന്ത് ചെയ്തു? പാലത്തിന്റെ അതുവഴി നടന്നു വരാതെ അതിന്റെ അതുവഴി എന്ത് ചെയ്തു? ചരിഞ്ഞിറങ്ങാൻ നോക്കിയിരുന്നു. അപ്പോൾ ഒരു ദിവസം ചരിഞ്ഞിറങ്ങിയിട്ട് അവൻ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു, പേപ്പർ ബോട്ട്. അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അത് എന്ത് ചെയ്യാൻ തുടങ്ങി? നദിയിലേക്ക് ഒഴുക്കാൻ നോക്കി. ആ പാലത്ത് ഇറങ്ങിയിട്ട് ആ നദിയിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനെ ഒഴുക്കിവിടാൻ തുടങ്ങി. വെള്ളത്തിന് കുറച്ച് ആഴമുള്ളതുകൊണ്ട് അത് ഒഴുകി പോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും സമയത്ത് ചട്പട്ട് എന്ത് ചെയ്യായിരുന്നു? മുന്നിലൂടെ നടക്കുകയായിരുന്നു. നട്ഖട്ടിനെ കാണാതെ ഇവൻ എന്ത് ചെയ്യായിരുന്നു? നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കുറച്ച് സമയം നടന്നു പോയപ്പോൾ ചട്പട്ട് എന്ത് ചെയ്തില്ല? തിരിഞ്ഞു നോക്കിയപ്പോൾ നട്ഖട്ട് അവിടെ ഇല്ല. നട്ഖട്ടിനെ കാണാതെ ഇവൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ചട്പട്ട് മൂത്ത ആൾ ഇളയാളെ കാണാത്തോണ്ട് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. നട്ഖട്ട് ഇവിടെ ബോട്ട് ഒഴുകി വിടുകയായിരുന്നില്ലേ, അതിന്റെ സന്തോഷത്തിൽ, ആ ഒഴുകിപ്പോയ സന്തോഷത്തിൽ അവൻ ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് കേട്ട് ചട്പട്ട് എന്ത് ചെയ്തു? അവിടെ അത് കാണുകയും ഉടനെ എന്ത് ചെയ്യാൻ ബഹളം വെക്കുകയാണ് ചെയ്തത്. ചട്പട്ട് നട്ഖട്ടിനെ കാണാത്തോണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? ബഹളം വെച്ചു. നല്ല ദേഷ്യത്തിൽ ബഹളം വെച്ചപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ അത് പേടിച്ച് നട്ഖട്ട് പേടിച്ചു പോയി. നട്ഖട്ട് പേടിച്ച് താഴെ ഇരിക്കുന്ന ബാഗ് എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ കാല് വഴുതി എന്ത് ചെയ്യാണ്? ആ നദിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അവൻ കുഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ അവന് നീന്താനും അറിയില്ല. ആ പുഴയ്ക്ക് നല്ല ആഴമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? ദൂരോട്ട് മുങ്ങിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു? അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചട്പട്ട് എന്ത് ചെയ്തു?
പക്ഷെ അവന് നീന്താൻ അറിയാമായിരുന്നു. അങ്ങനെ അവൻ അവന്റെ ബാഗ് എടുത്ത് താഴെ വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നട്കട്ടിനെ രക്ഷിച്ചു. എന്നിട്ട് നട്കട്ടിനെ രക്ഷിച്ചിട്ട് വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തു, നല്ല ദേഷ്യം വന്നു ചട്പട്ടിന്. 2 അടി കൊടുക്കാനുള്ള ദേഷ്യമാണ് അവന് വന്നത്. പക്ഷെ ഇവന്റെ ഈ സ്നേഹം കണ്ടപ്പോൾ അവ അത്രയും പേടിച്ചിരിക്കുകയായിരുന്നു. നദിയിൽ വീണതല്ലേ, അത്രയും പേടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഇവൻ എന്ത് ചെയ്തു, അത് സ്നേഹമായിട്ട് മാറി. അങ്ങനെ എന്ത് ചെയ്തു, അവനൊന്നും ചെയ്തില്ല, ചട്പട്ടൊന്നും ചെയ്തില്ല ഇവനെ. എന്നിട്ട് എന്ത് ചെയ്തു, രണ്ടുപേരും നടക്കാൻ തുടങ്ങി. പാലം കയറിയപ്പോഴേക്കും നട്കട്ട് എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കാരണം താൻ തെറ്റല്ലേ ചെയ്തത്. അപ്പൊ അമ്മേനോട്, ചേട്ടൻ അമ്മേനോട് പറഞ്ഞു കൊടുക്കത്തില്ലേ, കാരണം തൻ്റെ ഇത് താൻ വെള്ളത്തിൽ വീണ കാര്യമൊക്കെ അമ്മേനോട് പറയുമ്പോൾ അമ്മയുടെ നടി കിട്ടത്തില്ലേ. അതുകൊണ്ട് എന്തായിരുന്നു, നട്കട്ടിന് ഭയങ്കരമായിട്ട് വിഷമം വന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ചട്പട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്ത് തരും എന്ന് ചോദിച്ചു. അപ്പം നട്കട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പം ചട്പട്ട് പറയാണ്, എനിക്ക് ബോട്ട് ഉണ്ടാക്കാൻ അറിയില്ല, പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു ചട്പട്ട്. അപ്പൊ നട്കട്ട് പറഞ്ഞു, അതിനെന്താ, പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ചട്പട്ട് എന്താ പറഞ്ഞേ, ചട്പട്ട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത നട്കട്ട് പറയാണ്, എനിക്ക് നീന്താൻ അറിയില്ല, എനിക്ക് നീന്തൽ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ചട്പട്ട് പറഞ്ഞു ഓക്കെ, പഠിപ്പിച്ചു തരാം, അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്കൊരു ചിന്ത വന്നത്, അവരുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചോദിക്കും, അമ്മ ചോദിക്കുമ്പോൾ എന്ത് പറയും എന്നുള്ളത് അവർക്ക് എന്താണ് ഭയങ്കര ഒരു ചിന്തയായിട്ട് മാറി. അപ്പൊ എന്ത് ചെയ്തു, അവർ തീരുമാനിച്ചു രണ്ടുപേർക്കും കൂടെ എന്ത് ചെയ്യാം, ഓടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കൈയൊക്കെ പിടിച്ച് ഓടാൻ തുടങ്ങി. ഓടി 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 എന്ത് ചെയ്തു, നദി അവർ കടന്നു. എല്ലാം അവർ ബാനിയൻ ട്രീ മറികടന്നു, നദി മറികടന്നു, എല്ലാം എന്ത് ചെയ്തു, മറികടന്ന് ഒന്നിച്ച് പോകാൻ തുടങ്ങി അവര്. ഓക്കെ. എന്നിട്ട് കാലാവസ്ഥയൊക്കെ മാറി, നല്ല കാലാവസ്ഥയൊക്കെ വന്നു. അവരൊന്നിച്ച് നടക്കാനൊക്കെ തുടങ്ങി. ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ള ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നതായിരിക്കും.